സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിലച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 24 ഇംപാക്ട് അഭിജിത്ത് മുഴക്കം നൽകും കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ. അവിടെ ശസ്ത്രക്രിയകളടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്? ആരോഗ്യവകുപ്പ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ. തീർച്ചയായും പ്രജിൻ, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ടായിരുന്നു. ഏതാണ്ട് 143 കോടി രൂപയോളം കമ്പനികൾക്ക് ഈ പണം കിട്ടാത്തതിനെ തുടർന്നാണ്, കുടിശ്ശിക ഉണ്ടായതിനെ തുടർന്നാണ് അവർ ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെച്ചത്. അത് സംസ്ഥാനത്തെ 19ഓളം മെഡിക്കൽ കോളേജുകളെ ഒപ്പം സർക്കാർ ആശുപത്രികളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവുമായിരുന്നു. ഒരാഴ്ചത്തേക്കുള്ള സർജിക്കൽ ഉപകരണങ്ങൾ മാത്രമാണ് പല മെഡിക്കൽ കോളേജുകളിലും ഉള്ളത്. അത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ ഹൃദയ ശസ്ത്രക്രിയകൾക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ഇക്കാര്യം പരിശോധിച്ച് 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഒരു അടുത്ത സിറ്റിംഗിൽ ഈ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യും. ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഹൃദയ ശസ്ത്രക്രിയകൾ അടക്കം മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലാണ് നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പ്രജിൻ, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.